കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 4 വയസ്സുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയതിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് മുൻപാകെയാണ് സമർപ്പിച്ചിരിക്കുന്നത്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ബിജോൺ ജോൺസന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ KV വിവരങ്ങളുമായുണ്ട്. രാഹുൽ, ഈ റിപ്പോർട്ട് ഏത് രീതിയിലാണ്? ഒരു പാളിച്ചോ പറ്റിയെന്ന് സമ്മതിക്കുന്ന റിപ്പോർട്ടാണോ, അതോ നേരത്തെ പറഞ്ഞതുപോലെ നാവിനടിയിൽ അങ്ങനെ ഒരു കെട്ട് കണ്ടു, അത് സർജറി ചെയ്യേണ്ടതായിരുന്നു, അറിയിച്ചില്ല എന്നൊരു തെറ്റ് മാത്രമാണ് സംഭവിച്ചത് എന്ന വാദത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന റിപ്പോർട്ടാണോ? എന്തെങ്കിലും സൂചനകളുണ്ടോ റിപ്പോർട്ടിനെ കുറിച്ച്? ദിവിഷ, അന്വേഷണത്തിലെ കണ്ടെത്തൽ എന്താണെന്ന് ഇപ്പോൾ മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ല എന്നാണ് ഈ വകുപ്പ് തല അന്വേഷണം നടത്തിയ സംഘം പറയുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുടെ നേതൃത്വത്തിൽ 3 അംഗ സംഘമാണ് വകുപ്പ് തല അന്വേഷണം നടത്തിയത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ തന്നെ സർജറി വിഭാഗം HOD, മെഡിസിൻ വിഭാഗം HOD പറഞ്ഞതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ 3 പേരാണ് അന്വേഷണം നടത്തിയത്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണ് ഈ അന്വേഷണം ആരംഭിച്ചത്. പോലീസ് അന്വേഷണത്തിന് പുറമെയാണ് ഈ വകുപ്പുതല ആരോഗ്യ വകുപ്പിന്റെ വകുപ്പുതല സംഘത്തെ കൂടി അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയത്. ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ബിജോൺ ജോൺസന്റെ മൊഴി രേഖപ്പെടുത്തി. ഒപ്പം അവിടെ ഈ തിയേറ്ററിൽ അസിസ്റ്റന്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തി. ചികിത്സാ രേഖകൾ പരിശോധിച്ചു, ശേഖരിച്ചു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് DMAക്ക് അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ 4 വയസ്സുകാരിയുടെ രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്താൻ ഈ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. കുട്ടിയുടെ പിതാവിനെ ഫോണിൽ വിളിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ മൊഴി നൽകാൻ വരുന്നില്ല എന്നൊരു മറുപടി നൽകിയെന്നാണ് ഈ അന്വേഷണ സംഘം പറയുന്നത്. കാരണം പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്, പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വകുപ്പുതല അന്വേഷണവുമായി സംഘത്തിന് മുന്നിൽ ഹാജരായി മൊഴി നൽകാനില്ല എന്ന് രക്ഷിതാക്കൾ അറിയിച്ചു എന്നാണ് ഡോക്ടറുകൾ പറയുന്നത്. DMAക്കാണ് അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ആരോഗ്യ വകുപ്പിന് ആരോഗ്യമന്ത്രിക്ക് കൈമാറും എന്നുകൂടി പറയുന്നു. അതിനുശേഷമാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്, കണ്ടെത്തൽ എന്താണ് എന്ന കാര്യം പുറത്തുവരിക. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർക്കെതിരെ എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകുമോ എന്ന കാര്യവും അറിയേണ്ടതായുണ്ട്. സംഭവം വിവാദമായതിന് പിന്നാലെ തന്നെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരുന്നു. അപ്പം പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DMAക്ക് പോലീസും കത്ത് നൽകിയിട്ടുണ്ട്. അതിലൊക്കെ തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവേണ്ടതാണ്. കയ്യിലുള്ള ഇടതു കൈയിലെ 6ാം വിരൽ നീക്കം ചെയ്യുന്നതിന്